പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മോക്ക് ഡ്രില്ലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 4 മണിക്ക് തന്നെ എയർമെയ്ഡ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നതാണ്. കൃത്യം 4 മണിക്ക് എയർമെയ്ഡ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നതാണ്. എല്ലാവരും 4 മണിക്ക് സൈറൻ മുഴങ്ങുമ്പോൾ സേഫായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. സിവിലിന്റെ മോക്ക് ഡ്രിൽ ഇതാ റാപ്പിഡ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും 4 മണിക്ക് സൈറൻ മുഴങ്ങുമ്പോൾ സേഫായ സ്ഥലങ്ങളിലേക്ക് മാറിയിക്കേണ്ടതാണ്. ചേട്ടാ ഫ്രണ്ടിൽ കയറല്ലേ? അണ്ണാ ഇത്തിരി ഒതുങ്ങിയില്ല അണ്ണാ. സൈഡിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. സേഫായ സ്ഥലങ്ങളിൽ നിങ്ങൾ മാറിയിരിക്കേണ്ടതാണ്. എല്ലാവരും എത്രയും പെട്ടെന്ന് സൈഡിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ജനങ്ങളുടെ സുരക്ഷ ചെയ്തുകൊണ്ട് അറ്റാക്കിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന്
മണിക്ക് ജനങ്ങൾ മാറിയിരിക്കേണ്ടതാണ്. പോരെ ഇനി അങ്ങ് അകത്തോട്ട് പോകണോ?
കാഷ്വാലിറ്റി എടുക്കുകയുള്ളൂ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരും സേഫായ സോണിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. എയർ റൈഡ് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എടുക്കാൻ കഴിയുള്ളൂ. എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളെല്ലാവരും സേഫായ സോണുകളിലേക്ക് മാറിയിരിക്കേണ്ടതാണ്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എല്ലാ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സേഫായ സോണിൽ തന്നെ ഇരിക്കേണ്ടതാണ്. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫായ സോണിൽ ഇരിക്കേണ്ടതാണ്. ഒരാളും അവിടുന്ന് മൂവ് ചെയ്യരുത്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എടുക്കാൻ സാധ്യതയുള്ളൂ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയ്ക്ക് സേഫായ സോണിൽ തന്നെ എല്ലാവരും ഇരിക്കുക. ഒരാളും എങ്ങോട്ടും മൂവ് ചെയ്യരുത്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എടുക്കാൻ സാധ്യതയുള്ളൂ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയ്ക്ക് എല്ലാവരും സേഫായ സോണിൽ തന്നെ നിൽക്കേണ്ടതാണ്. ആരും എങ്ങോട്ടും മാറരുത്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് സേഫായ സോണിൽ തന്നെ ഇരിക്കേണ്ടതാണ്. ആരും എങ്ങോട്ടും അനങ്ങരുത്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാഷ്വാലിറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ റൈഡ് നടക്കുമ്പോൾ എല്ലാവരും സേഫായ സോണിൽ തന്നെ ഇരിക്കേണ്ടതാണ്. അപകട സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും
നടന്നുകൊണ്ടിരിക്കുകയാണ്. എയർ റൈഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ ഒരു ലോങ് സൈറൻ വരുന്നതായിരിക്കും. ആ സൈറൻ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് കാഷ്വാലിറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്ക്. അതുവരെയും ആരും സേഫ് സോണിൽ നിന്ന് അനങ്ങരുത്. നടത്തുന്നത് 4-2 30 സെക്കൻഡ് വീതമുള്ള അപായ മുന്നറിയിപ്പ് 3 തവണ മുടങ്ങിയിട്ടു. 4:28 ആവുമ്പോഴേക്കും ഒരു സുരക്ഷിതമായ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എയർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സേഫായ സോണിൽ തന്നെ നിൽക്കേണ്ടതാണ്. ആരും എങ്ങോട്ടും മൂവ് ചെയ്യരുത്. എയർ റൈഡ് കഴിഞ്ഞതിന് ശേഷം സൈറൻ മുഴങ്ങുമ്പോൾ കാഷ്വാലിറ്റി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് മോക്ക് ഡ്രിൽ അവസാനിക്കുകയുള്ളൂ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സൈറൻ മുഴങ്ങിയില്ല, പകരം മൈക്കിലൂടെ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ മോക്ക് ഡ്രിൽ പുരോഗമിക്കുമ്പോൾ കോഴിക്കോട് എന്താണ് പറ്റിയത്? കൃത്യം 4 മണിക്ക് തന്നെ സൈറൻ മുഴങ്ങും എന്നാണ് അറിയിപ്പ് ലഭിച്ചിരുന്നത്. പക്ഷേ 4 മണി കഴിഞ്ഞ് പിന്നീട് 4:10 പോലും സൈറൻ മുഴങ്ങിയിരുന്നില്ല. ഇവിടെയുള്ള ഒരു അനൗൺസ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് അതിൽ നിർദ്ദേശം നൽകുക മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്നത് സൈറൻ മുഴങ്ങി എന്നാണ്. എന്നാൽ മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് പറയുന്നത് സൈറൻ മുഴങ്ങിയത് കേട്ടിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഏകദേശം 4 മണിക്ക് തുടങ്ങേണ്ടതാണ്. 4:18 ഇപ്പോഴും ഈ കോർപ്പറേഷനിലെ ആളുകളൊക്കെ തന്നെ ഇവിടെ നിൽക്കുകയാണ്. മറ്റ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട പരിപാടികളൊന്നും തന്നെ ഇവിടെ ഇപ്പോൾ നിലവിൽ നടക്കുന്നില്ല. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞു 10-15 മിനിറ്റുകൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള മോക്ക് ഡ്രില്ലിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. എന്തായാലും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോ ഒന്നും തന്നെ ഈ സൈറൻ കേട്ടിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെയുള്ള അനൗൺസ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യം പറയുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കൃത്യമായി സംവിധാനം പ്രവർത്തിക്കേണ്ടതായിരുന്നു. 4 മണിക്ക് ഈ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ സൈറൻ മുഴങ്ങുമെന്ന അറിയിപ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. ഇപ്പോൾ നിലവിൽ സമയം കടന്നു പോകുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊന്നും തന്നെ നിലവിൽ ഇവിടെ നടക്കുന്നില്ല എന്നതാണ് രോഹിണി. അനഘ, നമുക്കറിയാം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ദിവസം മുൻപേ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളും നൽകിയിരുന്നു അതത് ജില്ലാ ഭരണകൂടങ്ങൾക്ക്. എന്നിട്ട് ഈ അവസാന നിമിഷം ഇത്തരത്തിലുള്ള ഒരു വീഴ്ച വരുന്നതിന് ഉത്തരവാദികൾ ആരാണ്? ഇതുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ടോ? കാരണം ഒരു മൈക്കിലൂടെയുള്ള അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ചില അടിയന്തര ഘട്ടങ്ങളിൽ പ്രായോഗികമാകുന്ന കാര്യമേ അല്ല. വളരെ ദൂരം എത്താൻ സാധിക്കുന്ന ഒരു ശബ്ദമാണ് സൈറൻ മുഴക്കുക എന്നുള്ളത്. അതിൽ നിന്ന് മാത്രമേ സാധാരണക്കാർക്ക് ഇതിലൊരു അപകട സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ മോക്ക് ഡ്രില്ല് പോലും പരാജയപ്പെടുന്ന ഒരവസ്ഥയെ കനത്ത വീഴ്ച എന്നല്ലേ പറയേണ്ടിയിരിക്കുന്നത്? ഈ കനത്ത വീഴ്ച തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃത്യം 4 മണിക്ക് സൈറൻ മുഴങ്ങി മോക്ക് ഡ്രിൽ ആരംഭിക്കേണ്ടതാണ്. അതിനു പകരം സമയം ഏറെ കഴിഞ്ഞിട്ട് പോലും അത്തരത്തിൽ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്നില്ല എന്നതാണ്. അതിലുപരി ഈ നിലവിൽ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളൊന്നും തന്നെ സൈറൻ മുഴങ്ങിയത് കേട്ടിട്ടില്ല എന്നതാണ്. പക്ഷെ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്നത് സൈറൻ മുഴങ്ങി എന്നാണ്. അവിടെയാണ് മേയർ പറയുന്നത് താൻ സൈറൻ മുഴങ്ങിയത് കേട്ടിട്ടില്ല എന്നത്. രണ്ട് പരസ്പരമായി ആരും തന്നെ സൈറൻ മുഴങ്ങിയത് കേട്ടിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ കോർപ്പറേഷനിലെ ജീവനക്കാരുണ്ട്, പുറത്തുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഇവരൊക്കെ തന്നെ 4 മണിക്ക് കൃത്യം സൈറൻ മുഴങ്ങി മോക്ക് ഡ്രിൽ ആരംഭിക്കുമെന്ന് കരുതി ഇവിടെ വന്നവരാണ്. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ കൃത്യം 4 മണിക്ക് തുടങ്ങുമെന്നൊരു അനൗൺസ്മെന്റ് മാത്രമാണ് ഉണ്ടായത്. പിന്നീട് മൈക്കിലൂടെ ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്നത്. പക്ഷേ ഇവിടെ തടിച്ചുകൂടിയ ആരും തന്നെ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ
ഇവിടെ ഈ സമയമായിട്ട് പോലും കൃത്യം 4 മണിക്ക്, അതൊരു ഷാർപ്പ് ടൈമാണ്, എല്ലാ ഇടങ്ങളിലും കൃത്യം 4 മണിക്ക് അത് തുടങ്ങണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ വിശദീകരണവും അടക്കം നൽകിയതാണ്. പക്ഷെ അതൊക്കെ തന്നെ ഈ കോർപ്പറേഷനിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമയമായിട്ടും ഇവിടെ 4 മണിക്ക് ആരംഭിക്കേണ്ട മോക്ക് ഡ്രില്ല് ഇത്ര സമയമായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ ആരംഭിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല മേയർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. കാരണം മേയർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു താൻ ഈ സൈറൺ മുഴങ്ങുന്നത് കേട്ടിട്ടില്ല എന്ന്. കോർപ്പറേഷൻ സെക്രട്ടറി പക്ഷേ സൈറൺ മുഴങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ തടിച്ചുകൂടി ആരും തന്നെ സൈറൺ മുഴങ്ങിയത് ഈ സമയമായിട്ട് പോലും കേട്ടിട്ടില്ല എന്നതാണ്. എന്തായാലും കൃത്യം 4 മണിക്ക് മോക്ക് ഡ്രിൽ ആരംഭിക്കുമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഈ 4:22 മോക്ക് ഡ്രില്ല് ആരംഭിച്ചിട്ടില്ല. ഇവിടെ ഫയർഫോഴ്സിൻ്റെ ടീമുണ്ട്, അതേപോലെ പോലീസുണ്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ ഈ സൈറൺ മുഴങ്ങുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ സൈറൺ മുഴങ്ങിയിട്ടില്ല. ഈ സമയമായിട്ടും സൈറൺ മുഴങ്ങുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെയുള്ള അതായത് ഈ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്ന സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. പക്ഷേ സൈറൺ മുഴക്കണം എന്നത് കർശന നിർദ്ദേശമാണ്. ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൈറൺ മുഴക്കുക എന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു അപാകതയാണ് ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മേയർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൺട്രോൾ ചിലപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാതെ ഞാൻ എങ്ങനെയാ പറയുക കൺട്രോൾ എവിടെയാണെന്ന്. ഒരിക്കൽ വന്ന് നമ്മുടെ കെട്ടിടം മുഴുവൻ പരിശോധിക്കുകയും അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നുള്ള നിലയിൽ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അത്രേ അറിയൂ. ഞാൻ കേട്ടില്ല. അല്ല, പറയാൻ കഴിയില്ല. ഒരുപക്ഷെ 4:30 വരെ നമുക്ക് കാത്തു നിൽക്കാം. 4 മുതൽ 4:30 വരാന്നല്ലേ പറഞ്ഞത്. അത് ശരി. അപ്പൊ അത് നമുക്ക് കാത്തിരിക്കാം. പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതായിരിക്കും ഇവിടെ. സമാധാനത്തിന്റെ നഗരല്ലേ. ഞാൻ കേട്ടില്ല കേട്ടോ. ശരിക്കും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ കേട്ടില്ല. കേൾക്കാത്തത് ഞാൻ എങ്ങനെയാ കേട്ടു എന്ന് പറയാം. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് കിട്ടിയ നിർദ്ദേശം. ഇതുപോലെ 4 മണിക്ക് സൈറൺ കേൾക്കുമ്പോൾ എല്ലാവരും ലൈറ്റ്, ഫാന്, എല്ലാ വെളിച്ചമുള്ള എല്ലാം ഓഫാക്കണം എന്ന് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇവിടെ വരണം എന്നുള്ളതാണ് സെക്രട്ടറി പറഞ്ഞത്. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൂടണം. അപ്പോൾ നമുക്കിവിടെ ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഒരുപക്ഷെ അവരെന്ത് അവതരിപ്പിക്കും, എല്ലാവരെയൊക്കെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മോക്ക് ഡ്രില്ലാണല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നതിന് ഇപ്പോൾ ഞാനൊക്കെ വന്ന് നിന്നത്, പക്ഷെ അവരെത്തിയിട്ടില്ല. ആശയക്കുഴപ്പമെന്ന് പറയല്ലേ, കേരളത്തിന് പരിചയമില്ലല്ലോ യുദ്ധങ്ങളൊന്നും. അപ്പോൾ ഈ സൈറൺ എന്താ, എങ്ങനെയാണ് ഭൂമിയുടെ അടിയിൽ പോകണ്ടേ, അല്ലെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ ആദ്യം ആലോചിച്ചത് മേയർ എവിടേക്കാണ് പോകാമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വലിയൊരു മേശയുടെ അടി കയറിയിരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് മാത്രമല്ലേ, എനിക്കൊക്കെ അങ്ങനെയല്ലേ പരിചയമുള്ളൂ. നിങ്ങൾ അത്രയും കൂടി പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരു യുദ്ധം വരുമ്പോൾ ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ ഏത് നാട്ടും പുറത്തും ജനങ്ങൾ നിശബ്ദരാവുന്നതും അവരിങ്ങനെ ബാക്കിയൊക്കെ ഓഫാക്കി വെച്ചിട്ട് ടി വിയിലോ, അന്നത്തെ കാലത്ത് ഞാൻ കുട്ടിയാകുമ്പോൾ റേഡിയോയിലൊക്കെ ആ റേഡിയോ കേൾക്കാൻ വേണ്ടി ഈ വൈകുന്നേരത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ പണിക്കാരെല്ലാം ഇങ്ങനെ വന്ന് മുറ്റത്ത് നിൽക്കും. എൻ്റെ അമ്മയുടെ അച്ഛൻ, അദ്ദേഹം എൻ്റെ 2 അമ്മാവന്മാരും അതുപോലെ ഒരു ചെറിയമ്മയുടെ ഭർത്താവും പട്ടാളത്തിലായിരുന്നു, എയർഫോഴ്സിലും ആർമിയിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ തറവാട്ടിലെ ആൾക്കാരുടെ ഒരു വിഷമം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വളരെ വിഷണ്ണനായി ആ വീട്ടിലൊന്നും അന്നൊരു ഒച്ചയൊന്നും ഉണ്ടാവില്ല യുദ്ധം നടക്കുന്ന സമയത്ത്. മക്കളൊക്കെ പുറത്തല്ലേ, അപ്പോൾ എപ്പോഴും വാർത്ത വയ്ക്കും. വാർത്ത കേൾക്കാൻ എല്ലാവരും വന്ന് നിൽക്കും. അവരുടെ മക്കളൊന്നും പോയിട്ടല്ല, നാട്ടിൽ വരുന്ന വിപത്ത്. അതെനിക്കറിയില്ല, അവരെപ്പോഴാണ് പരിശോധിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പലപ്പോഴും പുറത്തായിരിക്കില്ലേ, അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. രോഹിണി കേൾക്കാമോ? അനഘ കേൾക്കാം, പറഞ്ഞോളൂ. മേയർ ഇപ്പോൾ പറയുന്നത് കൃത്യമായി ഈ സൈറൺ മുഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ മേയർ പറയുന്നത്. ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മേയർ സമ്മതിക്കുകയാണ്. ഈ സമയമായിട്ടും കൃത്യമായി മോക്ക് ഡ്രില്ല് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നിട്ടില്ല. സൈറൺ മുഴങ്ങുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഈ 2 ദിവസം, അതായത് ഈ മോക്ക് ഡ്രിൽ നടക്കുന്നതിന് തലേ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ സൈറൺ മുഴങ്ങുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. പക്ഷെ അങ്ങനെ
അങ്ങനെ ഒരു പരിശോധന ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് മേയർ പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ മേയർക്ക് പോലും ഈ മോക്ക് ഡ്രിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യം 4 മണിക്ക് സൈറൺ മുഴങ്ങി മോക്ക് ഡ്രിൽ ആരംഭിക്കേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു, 4:30 അതായത് ആദ്യത്തെ മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സൈറൺ മുഴങ്ങിയതിന് ശേഷം പിന്നീട് 4:28 ഏറ്റവും അടുത്ത സൈറൺ മുഴങ്ങേണ്ടത്. അതായത് ഇവിടെ സുരക്ഷിതമാണ് എന്ന് അറിയിക്കുന്നതിനുള്ള സൈറൺ മുഴങ്ങേണ്ട സമയവും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയമായിട്ട് പോലും കോഴിക്കോട് കോർപ്പറേഷൻ സൈറൺ മുഴങ്ങുകയോ ഈ മോക്ക് ഡ്രിൽ നടക്കുകയോ ചെയ്തിട്ടില്ല. ആളുകളൊക്കെ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് ഈ സൈറന് ചില തകരാറുകളുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് ഈ താഴേക്ക് അല്ലെങ്കിൽ മറ്റ് ജനങ്ങളിലേക്ക് ഈ സൈറൻ കേൾക്കാത്തത് എന്നതാണ്. അങ്ങനെ കൃത്യമായി ഇന്നലെ അല്ലെങ്കിൽ ഇത് നടക്കുന്നതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇത് കൃത്യമായി പരിശോധിക്കണമായിരുന്നു. സൈറൻ മുഴങ്ങുന്ന ശബ്ദം അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊക്കെ പരിശോധിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം അത് പരിശോധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടില്ല. മോക്ക് ഡ്രിൽ നടത്തുന്ന അതിനാണല്ലോ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയാണല്ലോ മോക്ക് ഡ്രിൽ നടത്തുന്നത്. പക്ഷെ ആ സമയത്തും 4-ാം നിലയിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ ഇറക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത് ഈ മോക്കിന്റെ ഭാഗമായിട്ട്. അതറിയില്ല, നമുക്ക് ജില്ലാ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൈറൺ വന്നല്ലോ, സൈറൺ വന്നു. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് വന്നത്. കൃത്യം 4 മണിക്ക് തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചപ്പോൾ പക്ഷേ കോഴിക്കോട് നഗരസഭാ കാര്യാലയത്തിൽ സൈറൺ മുഴങ്ങിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാങ്കേതിക തകരാർ പരിഹരിച്ചതിന് ശേഷം ഇപ്പോൾ ആ സൈറൺ മുഴങ്ങുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്തായാലും അത് പരിശോധിക്കുമെന്നാണ് മേയർ ബീന ഫിലിപ്പും വ്യക്തമാക്കിയത്. നമുക്ക് അതിലേക്ക് എത്താം. അതോടൊപ്പം തന്നെ കൊച്ചിയിലും ഇത്തരത്തിൽ സൈറൺ മുഴങ്ങിയില്ല എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൊച്ചി മറൈൻ ഡ്രൈവിൽ സൈറൺ മുഴക്കിയത് മൊബൈൽ ഫോൺ വഴിയാണ്. ഈ സൈറന്റെ ശബ്ദം മൈക്കിലൂടെ കേൾപ്പിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കൊച്ചിയിൽ എന്താണ് സംഭവിച്ചത് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട്? സൈറനാണ് എയർ റൈഡ് ആരംഭിക്കുമ്പോൾ തരുന്നത്. അറുപണി നിലവിൽ ഈ മോക്ക് ഡ്രില്ല് അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ 30 സെക്കൻഡ് സൈറൺ മുഴങ്ങും. അതിനുശേഷം ഓൾ ക്ലിയർ സുരക്ഷിതം എന്നുള്ള രീതിയിൽ അനുബന്ധ ശബ്ദം കേൾപ്പിക്കും. ആദ്യഘട്ടത്തിൽ അതായത് 4:01 കൊച്ചി മറൈൻ ഡ്രൈവിൽ ആ സൈറൺ മുഴങ്ങിയത്. അത് പക്ഷേ മൊബൈൽ ഫോണിൽ ആ ശബ്ദം, സൈറണിന്റെ ശബ്ദം അത് പിന്നീട് മൈക്കിലൂടെ കേൾപ്പിച്ചുകൊണ്ടാണ് ആ സൈറൺ മുഴക്കിയത്. സാധാരണ രീതിയിൽ എല്ലായിടത്തും കേൾക്കുന്ന തരത്തിലുള്ള ഒരു സൈറൺ സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ കൊച്ചി മറൈൻ ഡ്രൈവ് വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആളുകളെ ഒഴിപ്പിക്കാനായിട്ട് ഒരു 3:50 തന്നെ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിന്റെ അംഗങ്ങളും ഒക്കെ തന്നെ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതിനിടയിൽ 4:01 സൈറൺ മുഴക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും പൂർത്തീകരിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് പക്ഷേ സൈറൺ എല്ലായിടത്തും എത്തുന്ന രീതിയിലുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൈറൺ ആയിരുന്നില്ല പുറപ്പെടുവിച്ചത്. പകരം മൊബൈൽ ഫോണിലൂടെ മൈക്കിലൂടെ ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത് അത് ആ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും നിൽക്കുന്ന ആ നിശ്ചിത സ്ഥലത്ത് മാത്രമേ ആ സൈറണിന്റെ ശബ്ദം കേൾക്കുകയുള്ളൂ. മറിച്ച് എല്ലാവരും കേൾക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ദൂരപരിമിതി അല്ലെങ്കിൽ ദൂരപരിധി എന്ന് പറയുന്നത് കുറവാണ്. എല്ലാവരും കേൾക്കുന്ന തരത്തിലേക്ക് ആ സൈറൺ ശബ്ദം എത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യൂനത. അതുകൊണ്ട് തന്നെ പലയിടത്തും ആളുകളെ പിന്നീട് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ചെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കേണ്ടി വന്നു. നിലവിൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നു എന്നതിൻ്റെയാണ് ഈ സൈറൺ മുഴങ്ങുന്ന ശബ്ദം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്തിമഘട്ടത്തിലുള്ള 30 സെക്കൻഡ് സൈറൺ അലർട്ട് സൈറൺ മുഴങ്ങിക്കഴിഞ്ഞു. അതൊരു സുരക്ഷിതം എന്നുള്ള രീതിയിൽ അനുബന്ധമായിട്ട് ഓൾ ക്ലിയർ എന്നുള്ള ആ ശബ്ദ സന്ദേശം കൂടി ശബ്ദം കൂടി കേൾപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും കാഷ്വാലിറ്റി എടുക്കുക. അതായത് പുറത്ത് ആംബുലൻസ് തയ്യാറായി കിടപ്പുണ്ട്. ഈ സൈറൺ മുഴങ്ങി ഓൾ ക്ലിയർ സുരക്ഷിതം എന്നുള്ള രീതിയിൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റിയിലേക്ക് കടക്കും. അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ ആംബുലൻസിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയായിരിക്കും അനുബന്ധമായിട്ട് തുടർന്ന് ഉണ്ടാകുക. എന്തായാലും നിലവിൽ കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ ഈ മോക്ക് ഡ്രില്ലുകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മറൈൻ ഡ്രൈവിൽ മോക്ക് ഡ്രില്ല് അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സൈറൺ ശബ്ദമാണ് നമ്മൾ തത്സമയം കേട്ടത്. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ കാഷ്വാലിറ്റി എടുക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. കാഷ്വാലിറ്റി നേരത്തെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ആംബുലൻസ് പുറത്ത് സജ്ജീകരിച്ചിരുന്നു. റോഡിന്റെ ഭാഗത്ത് ഈ മറൈൻ ഡ്രൈവിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ്. അതിന്റെ ഭാഗത്ത്
പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ 4 മണിക്ക് മോക്ക് ഡ്രിൽ ആരംഭിച്ചു. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. രേഷ്മ ബാബു ഉണ്ട്. രേഷ്മ, ആളുകൾ സുരക്ഷിതരാണ് എന്നുള്ള അവസാന സൈറൻ മുഴങ്ങിയത് കേട്ടു. അതിനുശേഷമായിരിക്കും കാഷ്വാലിറ്റീസ് എടുക്കുക എന്നുള്ളതും രക്ഷാപ്രവർത്തകർ പറയുകയുണ്ടായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികളാണോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്? രോഹിണി, അതായത് കാഷ്വാലിറ്റി അത്യാഹിതം സംഭവിച്ച ആളെ ആംബുലൻസിൽ നേരത്തെ സജ്ജീകരിച്ച അല്ലെങ്കിൽ നേരത്തെ വന്നിട്ടുള്ള ആംബുലൻസിലേക്ക് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ തൊട്ട് മുൻപ് നമ്മൾ കണ്ടത്. എല്ലാ മോക്ക് ഡ്രില്ലിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. കാഷ്വാലിറ്റി അടക്കമുള്ള നടപടികളും പൂർത്തീകരിച്ചു. അതായത് നേരത്തെ സൈറൺ മുഴക്കിയതിന് ശേഷമാണ് കാഷ്വാലിറ്റി, അതായത് അത്യാഹിതം സംഭവിച്ച ആളെ കണ്ടെത്തി പ്രാഥമികമായിട്ടുള്ള ആശ്വാസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ചികിത്സയൊക്കെ നൽകിയതിനു ശേഷം തൊട്ടടുത്ത് ആംബുലൻസിലേക്ക് കൊണ്ടുപോയ കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കൊച്ചി മറൈൻ ഡ്രൈവിലെ മോക്ക് ഡ്രില്ല് പൂർത്തിയായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയൊരു സാങ്കേതികപരമായിട്ടുള്ള ചില വീഴ്ചകൾ ഇന്നത്തെ മറൈൻ ഡ്രൈവിൽ നടന്ന മോക്ക് ഡ്രില്ലിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനം അന്തിമഘട്ടത്തിൽ സൈറൺ മുഴക്കിക്കൊണ്ട് സുരക്ഷിതം ഓൾ ക്ലിയർ എന്നുള്ള രീതിയിൽ ശബ്ദം കേൾപ്പിക്കുക, അതിനുശേഷം അത്യാഹിതം സംഭവിച്ച ആൾക്ക് പ്രാഥമിക ചികിത്സ നൽകി എന്നുള്ള രീതിയിൽ പിന്നീട് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളും കാണിച്ചു. എന്തായാലും ജനങ്ങൾ വലിയ രീതിയിൽ സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന കൊച്ചിയിൽ തന്നെ ഒരു സ്പോട്ട് എന്ന് പറയാൻ പറ്റുന്ന ആണ് മറൈൻ ഡ്രൈവ്. അവിടേക്ക് ആളുകൾ വന്ന സമയം മുതൽ, അതായത് 3:50 തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും ഫയർഫോഴ്സിന്റെ അംഗങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ഏത് വിധത്തിൽ സഹകരിക്കണം, ഇതടക്കമുള്ള ിലൂടെ അതായത് മൈക്കിൽ മുന്നറിയിപ്പ്, മൊബൈൽ ഫോണിൽ ആ സൈറൺ ശബ്ദം ഉണ്ടായിരുന്നു. ശരി, രേഷ്മയിലേക്ക് എത്താം. എറണാകുളം ജില്ലാ കളക്ടറേറ്റിന് മുൻവശത്തു നിന്നും കിരൺ കുമാർ കൂടി ചേരുന്നുണ്ട്. കിരൺ, അവിടെയുള്ള മോക്ക് ഡ്രിൽ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞോ? എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രോഹിണി, കളക്ടറേറ്റിലെ ഈ മോക്ക് ഡ്രിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാനമായിട്ടും ഇപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ മോക്ക് ഡ്രിൽ എന്നുള്ളത് ഇത് ഒരു തീപിടുത്തമുണ്ടായാൽ അവിടെ നിന്നും ആളുകളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ കളക്ടറേറ്റിൽ നടത്തുന്നത്. കളക്ടറേറ്റിലെ 1-ാം നിലയിൽ, അതായത് കളക്ടറുടെ ചേംബർ അടക്കമുള്ള 1-ാം നിലയിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ ആദ്യം മാറ്റിയിരുന്നു. പിന്നീട് അവിടെ പെട്ടുപോയിട്ടുള്ള ആളുകളെ ഓരോരുത്തരുമായി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഒരു മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഫയർ എഞ്ചിൻ, വലിയൊരു ഫയർ എഞ്ചിൻ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി ഫയർ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തേണ്ട മറ്റ് രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മോക്ക് ഡ്രില്ലിൽ പ്രദർശിപ്പിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും നേരത്തെ മോക്ക് ഡ്രില്ലിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിനുവേണ്ടി സിവിൽ ഡിഫൻസിൻ്റെ അംഗങ്ങളും ഒപ്പം തന്നെ ഫയർഫോഴ്സിലെ അംഗങ്ങളുമാണ് ഈ മോക്ക് ഡ്രില്ലിൽ, കളക്ടറേറ്റിൽ നടക്കുന്ന മോക്ക് ഡ്രില്ലിൽ നേതൃത്വം കൊടുത്തു വരുന്നത്. 80ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. നേരത്തെ 4 മണിക്ക് സൈറൻ മുഴങ്ങിയതോടുകൂടി തന്നെ ഈ 80 അംഗങ്ങളും 4 സംഘങ്ങളായി തിരിഞ്ഞ്, അതായത് കളക്ടറേറ്റിൻ്റെ 4 പ്രധാന കവാടങ്ങളാണ്. ഈ കവാടത്തിന് പുറത്തേക്ക് പോവുകയും അവർ സമീപത്തുള്ള കടകളിലേക്ക് അടക്കം നിർദ്ദേശങ്ങൾ, അതായത് അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ലൈറ്റ് അടക്കം ഓഫ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. പിന്നീട് കളക്ടറേറ്റിലെ തന്നെയുള്ള ജീവനക്കാരെയൊക്കെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. നേരത്തെ നിർദ്ദേശത്തിലുണ്ടായതുപോലെ തന്നെ ജനല അടക്കമുള്ള സ്ഥലങ്ങളിൽ കട്ടിയുള്ള കർട്ടനോ അല്ലെങ്കിൽ മറ്റ് വെളിച്ചം ഉപയോഗിച്ച് മറക്കണമെന്നുള്ള നിർദ്ദേശം, അതൊക്കെ പാലിക്കുന്ന തരത്തിലുള്ള കാര്യത്തിൽ അത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു മോക്ക് ഡ്രിൽ നടന്നിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഒരു തീപിടുത്തമുണ്ടായാൽ തീപിടുത്തത്തിൽ നിന്ന് ആളുകളെ എങ്ങനെ രക്ഷ എന്നുള്ളതിൻ്റെ മോക്ക് ഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ 1-ാം നിലയിൽ, കളക്ടറേറ്റിലെ ഈ 1-ാം നിലയിലാണ് കളക്ടറുടെ ചേംബർ അടക്കമുള്ളത്. ഈ ചേംബറിലടക്കമുള്ള സ്ഥലത്തായിരുന്നു നേരത്തെ ഒരു തീപിടുത്തം ഉണ്ടായതായിട്ടുള്ള രീതിയിൽ ഒരു മോക്ക് ഡ്രിൽ നടന്നത്. അവിടെ തീ അണച്ചിരുന്നു. കൂടാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മാറ്റുകയും ചെയ്തു. ഇനി ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ
എന്നുള്ളവരെ കണ്ടെത്തി അവരെ കൂടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്, അതിനുവേണ്ടിയുള്ള പ്രദർശനമാണ് ഏതായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഫയർ എഞ്ചിൻ, വലിയൊരു ഫയർ എഞ്ചിൻ അടക്കമെത്തുകയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ 1ാം നിലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ആളുകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരികയും ഇവർക്ക് വേണ്ടി പ്രാഥമിക ശുശ്രൂഷ നൽകാനുള്ള സംവിധാനം ഈ കളക്ടറേറ്റിന് സമീപത്ത് തന്നെ ഒരുക്കുകയും ചെയ്തു. ഈ പ്രാഥമിക ശുശ്രൂഷ ലഭിച്ചിട്ടുള്ള ആളുകളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കം, അതാണ് ഇപ്പോൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ കാണുന്നത്. ഈ ആംബുലൻസുകളിലേക്ക് എത്തിക്കുകയും ഇവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. രോഹിണി. ശരി കിരൺ, എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമുക്ക് ഈ വാർത്തയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ അരങ്ങേറി. കൃത്യം 4 മണിക്ക് തന്നെ മോക്ക് ഡ്രില്ലുകൾ അരങ്ങേറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കിരൺ കുമാർ ചേരുന്നു. കിരൺ, എറണാകുളം കളക്ടറേറ്റിൽ ഏതു രീതിയിലുള്ള മോക്ക് ഡ്രില്ലാണ് ഇപ്പോൾ നടക്കുന്നത്? തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളാണോ നിലവിൽ നടക്കുന്നത്? എങ്ങനെ ആളുകളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ളൊരു തരത്തിലുള്ള മോക്ക് ഡ്രില്ലാണ് എറണാകുളം കളക്ടറേറ്റിൽ നടത്തിയിരുന്നത്. കളക്ടറേറ്റിലെ 1ാം നിലയിൽ, അതായത് ജില്ലാ കളക്ടറുടെ ചേംബർ അടക്കം ഉൾപ്പെടുന്ന ഈ 1ാം നിലയിലായിരുന്നു ഒരു തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് അതിനെ തീ അണക്കുകയും അവിടെ കുടുങ്ങിയ ജീവനക്കാരെ മാറ്റുകയും ചെയ്തിരുന്നു. കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേരുകയുണ്ടായിരുന്നു. ഇവരെയൊക്കെ എല്ലാം മാറ്റിയതിനു ശേഷം ഈ സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഒപ്പം തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും എത്തി ഇവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും ഇപ്പോൾ ഈ മോക്ക് ഡ്രില്ല് പൂർണ്ണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഒപ്പം തന്നെ ഈ ഫയർഫോഴ്സിലെ അംഗങ്ങളും അവരുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനും ഒപ്പം തന്നെ മറ്റ് ഈ സ്ഥലങ്ങളിൽ, അതായത് ഈ കെട്ടിടത്തിലെ പല നിലകളിലായിട്ട് നടത്തിയ അവരുടെ സെർച്ചിന് ശേഷം ഏതായാലും ഇപ്പോൾ ഇനി മറ്റാരും തന്നെ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നതില്ല. അതുകൊണ്ട് ഇനി കൂടുതൽ രക്ഷാപ്രവർത്തനം ആവശ്യമില്ല എന്നൊരു കാര്യത്തിലേക്ക് എത്തി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ തീ ഉണ്ടാവുകയും ഈ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ അവിടെ കുടുങ്ങിക്കിടന്നിട്ടുള്ള പരിക്കേറ്റിട്ടുള്ള ആളുകളെയൊക്കെ രക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇവരെ ആദ്യം കളക്ടറേറ്റിന് പുറത്തേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും ഇതിൻ്റെ അസംബ്ലി പോയിന്റിലേക്ക് എത്തിക്കുകയും പിന്നീട് പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ നൽകുകയും ചെയ്തതിന് ശേഷം ഇവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ആംബുലൻസുകൾ വഴിയാണ് ആളുകളെ മാറ്റിയത്. ആ നടപടിക്രമങ്ങൾ, ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ നടപടിക്രമങ്ങളൊക്കെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കൂടുതലാരും തന്നെ ഉൾപ്പെട്ടിട്ടില്ല, കൂടുതൽ ആളുകൾ ആരും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളൊരു നിഗമനത്തിലെത്തി ഈ ഒരു മോക്ക് ഡ്രിൽ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരി, എറണാകുളം കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 14 ജില്ലകളിലും സിവിൽ ഡിഫൻസ് ആണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്തേ.